പിന്നെ ഈ വീഡിയോ പാർത്താടാ ഡെലിയോ ഇവനാളൊരു സംഭവട്ടാ. ഇവന് ഭയങ്കര സ്നേഹമല്ല അവരോട്. പക്ഷെ ഇവൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ ആര് വന്നാലും ഇവൻ മണപ്പിക്കും. അവൻ മണപ്പിച്ച് അത് പെർമിഷൻ കിട്ടിയെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ വെറുപ്പിക്കും ഇവിടെ. ഇവൻ്റെ ആ ഒരു സെക്യൂരിറ്റി ചെക്കിങ് കഴിയാണ്ട് അവൻ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. അതൊക്കെ എന്നെ സെക്യൂരിറ്റി ചെക്ക് ചെയ്തു. എന്നെ വന്ന് അവൻ മണപ്പിച്ച് സെക്യൂരിറ്റി ഓക്കെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇരിക്കാൻ സമ്മതിച്ചത്. അത്ര മിടുക്കനാണ് ആളൊരു പാവാണ്. പക്ഷേ ഏട്ടാ ഞാൻ തനി പൊട്ടയാണ്, തെങ്ങേറ്റക്കാര സ്വഭാവം. പിന്നെ അവര് മനസ്സിലായോ? ആ കണ്ട ഏട്ടഞ്ഞാ പൊട്ടയവൻ, ഏട്ടഞ്ഞാ ഏറ്റവും പൊട്ട. പക്ഷെ സ്നേഹിച്ചാൽ നായ്ക്കളുടെ പ്രത്യേകത തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മുടെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമ്മളെ നക്കിക്കൊല്ലും, ദ്രോഹിച്ച് കഴിഞ്ഞാൽ കടിച്ചു കൊല്ലും, എന്തായാലും മരണം ഉറപ്പാണ്. അപ്പോൾ ഇവൻ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവനെ കുട്ടമോൻ, കുഞ്ഞിമോൻ, കുറേ 100 പേരുണ്ട്. ലിയോ എന്നും വിളിക്കും. പക്ഷെ അതൊന്നല്ല, അവനെ കൊഞ്ചിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവന് ഇഷ്ടം. നല്ലൊരു നായ. ഒരു പെറ്റുകളെ സ്നേഹിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ അവരോട് സ്നേഹിക്കുമ്പോൾ അവർ നമുക്ക് ഒരു കണക്കില്ലാണ്ട് സ്നേഹം തരും. മനുഷ്യന്മാർ അളന്നിട്ടൊക്കെയാണ് സ്നേഹം കൊടുക്കും, ചിലപ്പോൾ കൊടുക്കൂല. ആ കാര്യത്തിൽ നായ നമ്പർ 1. സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ ഒപ്പം നിൽക്കുക. യജമാൻ്റെ ഒപ്പം നിൽക്കുന്ന ആകെ ഒരു സാധനം നായ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലിയോയ്ക്ക് നല്ല ഒരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം ലിയോ. മര്യാദക്കാരനായി ജീവിച്ചാലേ നിനക്ക് എൻ്റെ ഇത് കിട്ടും. നല്ല കീറിയാൻ തരും വിചാരിച്ചോ. ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഞാൻ കാണാൻ വരും. അപ്പം നീ മര്യാദക്കാരൻ, ഇനി നീ മണപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ചേക്കളെ ഞാൻ പൊളിക്കും കേട്ടാ. സൂക്ഷിച്ചു നിന്നോ. ഓക്കെ, ബായ്.